സോണിയാഗാന്ധി ഇറ്റലിക്കാരി എന്നൊക്കെയാണല്ലോ സോണിയാഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഈ പറയുന്ന ശബരിമലയിലെ ഒരു ഈ പറയുന്ന പോറ്റി വന്നിട്ട് ചരട് കെട്ടാൻ പോട്ടെ, ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും അവസരം സമ്മതിച്ചില്ല എങ്കിൽ അത് വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കില്ലേ? അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനുള്ള സാധ്യത കൂടിയില്ലേ? അത് ആര് വഴി പോയിന്നൊന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ നമ്പർ 10 ജനപത് വരെ എത്തി? ആര് വഴി പോയി? രണ്ടുപേരും പറയുന്നു ഞങ്ങൾ വഴിയല്ലെന്ന്. മറ്റേ അടൂർ പ്രകാശം പറയുന്നു. അതെ, ആരൊക്കെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ശബരിമലയിൽ നിന്ന് ജനപദിലേക്ക് നല്ല ദൂരമുണ്ട്. അല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നും ഫോട്ടോ എടുത്തല്ലോ. അങ്ങനെ തിരിച്ചൊരു കാരണം എന്താണ്? അത് അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരുമ്പോൾ അപ്പോൾ നിങ്ങളുടെ നേതാവ് നോക്കൂ, ഉദാഹരണം ഉന്നയിക്കുന്നു എന്നുള്ള പ്രധാനമാണ്. അരുൺ, നിങ്ങൾ ഇത് ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പത്മകുമാറിനെ പുറത്താക്കിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ അത് മുഖവിലക്കെടുക്കാം. അതിൽ നിങ്ങൾക്കൊരു കാമ്പുണ്ടാ ചോദിക്കുന്നതിൽ. ഇതിപ്പോൾ നിങ്ങളുടെ നേതാവ് ജയിലിലുമാണ്, നിൽക്കുന്നു. അല്ല, ഞങ്ങൾ കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. അതിന്റെ അന്വേഷണം നടക്കുന്നു. കൃത്യമായി ഇത് സീൽഡ് കവറിൽ വളരെ രഹസ്യാത്മകമായിട്ട് പുറത്തു വരാത്ത തരത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതിന്റെ വിവരം കിട്ടിക്കോട്ടെ. ഞങ്ങൾ ഏറ്റവും ഉചിതമായിട്ടുള്ള മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷേ ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ഇങ്ങനെ ആരോപണങ്ങൾ ഓരോന്നായി ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങൾക്ക് വേണ്ടി കള്ളത്തലും ഉണ്ടാക്കുന്നു. താങ്കൾ തന്നെ ചോദിച്ചല്ലോ, ഇങ്ങനെ കള്ളത്തലും ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചല്ലോ, മറുപടി കിട്ടിയോ? ഡിമണിയിലേക്ക് പോയത് തെറ്റാണെന്നാണോ അങ്ങ് പറയുന്നത്? പലതവണ അങ്ങ് പറയുന്നു വഴിതെറ്റിക്കുന്നു. എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത്? സതീശനോ അല്ല പറയട്ടെ, ശ്രീ വി ഡി സതീശനോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ പറയട്ടെ, 1.5 മാസമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിദേശ കോടീശ്വരൻ ഇന്നയാളാണ് എന്ന് പറയട്ടെ. അത് പറഞ്ഞിട്ടുണ്ടോ? പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടില്ല, രഹസ്യമായിട്ടുള്ള ചാനലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും പറയാൻ കാരണം ഇന്നലെ നമ്മുടെ ചർച്ചയിലുണ്ടായി പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ചെന്നിത്തല പറയുകയാണ്, ഞാൻ ചോദിച്ചു, എന്റെ ആദ്യത്തെ ചോദ്യം തന്നെ അതായിരുന്നു, എന്തുകൊണ്ട് അങ്ങ് ഇത് പൊതുജന മധ്യത്തിലേക്ക് പറയുന്നില്ല, പേരങ്ങ് പുറത്തേക്ക് വിട്ടുകൂടെ എന്ന് പറയുമ്പോൾ അത് ഞാൻ ചെയ്തുകൂടാ, കാരണം ഒരു രാഷ്ട്രീയ ആരോപണമായി ഇത് മാറും. രാഷ്ട്രീയ ആരോപണമായിട്ടല്ല അത് മാറേണ്ടത്. അതുകൊണ്ട് ഞാനത് SITയോട്, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ SITയോട് പറഞ്ഞു. അത് ശരിയാണെന്ന ബോധ്യത്തിലല്ല, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ബാക്കി ഇതാ ആ വ്യവസായിയിൽ നിന്ന് നിങ്ങൾ ചോദിച്ചെടുക്കൂ. ഇതാണ് ചെന്നിത്തല പറഞ്ഞത്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒറ്റ മിനിറ്റ് അത് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോഴും ഈ SITയെ വിശ്വാസമില്ല. കേരളത്തിന്റെ നിയമസഭ 1.5 ആഴ്ച സ്തംഭിപ്പിച്ചു. ഈ SIT പോരാ, CBI വേണം എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഈ കേരളത്തിന്റെ ഹൈക്കോടതിയെ സമീപിച്ചില്ല? ഇതേ ബെഞ്ചിനെ സമീപിച്ചില്ല? ഇതിപ്പോ രണ്ടും പറയാം. ഞാൻ എല്ലാ SITയോട് പറഞ്ഞു, എന്നാൽ ഈ SIT പാടില്ല, ഈ SIT ശരിയല്ല എന്ന് പറയുന്നു. ഇത് രണ്ടും പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഉത്തരവാദിത്തപ്പെട്ടുള്ള പൊതുപ്രവർത്തകനാണെങ്കിൽ അങ്ങ് പറയണ്ടേ, ഈ SIT പറഞ്ഞിട്ടുണ്ട്, ഈ SIT പിടിക്കട്ടെ എന്ന് പറയണ്ടേ? എന്നിട്ട് പറയാം ഈ SIT പോരാ, CBI വേണം. ഇത് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞതാണ്. അനു പറഞ്ഞോളൂ. അരുൺകുമാർ, എന്റെ സമയമാണ്. ഇവിടെ അരുൺകുമാർ വളരെ ആധികാരികമായിട്ട് കള്ളത്തെളിവുകൾക്ക് ആവർത്തിച്ചു പറയുന്നു. കള്ളത്തെളിവുകൾ ആരുണ്ടാക്കിയാലും അവർക്ക് ഒരു നടപടി എടുക്കട്ടെ. പക്ഷെ അരുൺകുമാർ അത് ആവർത്തിച്ച് പറയുമ്പോൾ ശിവകുമാറിന്റെ സഹോദരനാണ് ശ്രീകുമാർ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന ആളാണ് അരുൺകുമാർ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിഷയങ്ങൾ ആധികാരികമായി പഠിച്ചു പറയേണ്ട, ആധികാരികമായി പറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ പോലും ഇവിടെ കള്ള നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ അരുൺകുമാറിന് പറയേണ്ടി വന്നു, സോണിയാഗാന്ധിയെ സംശയത്തിന് നിലനിർത്താൻ ശ്രമിച്ചിട്ട് പറയേണ്ടി വന്നു, ഞങ്ങൾ സോണിയാഗാന്ധിയെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഞങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർക്കും ബന്ധമുണ്ട് എന്ന് വരുത്താനാണ്. ഞങ്ങളുടെ ബന്ധമൊന്നുമല്ലോ പ്രശ്നം, ഏതെങ്കിലും നേതാവിനെ സന്ദർശിക്കുന്നതാണോ പ്രശ്നം? ഒരു കുറ്റകൃത്യത്തിൽ ഡൽഹി വരെ എത്തി എന്നുള്ളതോ തിരുവനന്തപുരം വരെ എത്തി എന്നുള്ളതല്ല. കുറ്റകൃത്യത്തിൽ അല്ല അരുൺകുമാർ മിണ്ടരുത്. നിങ്ങളുടെ സമയത്തിൽ മിണ്ടിയിട്ടില്ല, എന്റെ സമയമാണ്. മതിയായതിൽ കൂടുതൽ സമയം നിങ്ങൾ മിണ്ടിയിട്ടുണ്ട്. മിണ്ടരുത്. അല്ല, അതൊന്നും വേണ്ട. ഇവിടുത്തെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഇവിടെ ഒരു കുറ്റകൃത്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കുറ്റവാളിയെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അരുൺകുമാർ ഉൾപ്പെടെ CPMന്റെ ആളുകൾ മിണ്ടരുത്, ഞാൻ സംസാരിക്കും. നിങ്ങളുടെ ഊഴത്തിൽ നിങ്ങൾ ഈ പറയുന്ന അസംബന്ധങ്ങളൊക്കെ കേട്ടിരുന്ന ആളാ. ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അരുൺകുമാർ മര്യാദ കാണിക്കണം. ഞാൻ മിണ്ടിയിട്ടില്ല, നിങ്ങളും മിണ്ടരുത്. നിങ്ങളുടെ ഊഴത്തിൽ പറയാം. ഇവിടെ എന്താണ് ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ കുറ്റവാളിയെ സംരക്ഷിച്ചിട്ടുണ്ടോ? അല്ല മെറിറ്റ് പറയുന്നേ, മെറിറ്റ് എന്ത് അരുൺകുമാറിന് നിങ്ങൾക്ക് തോന്നിയ പോലെ ഇടാൻ പറ്റുക?
ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റവാളിയല്ലേ? ഞാൻ വിട്ടിട്ടുണ്ടോ? കോടതി ആ മര്യാദ കഴിഞ്ഞിട്ട് ഡൽഹിയിലെ അതെ അല്ല ഫേസ്ബുക്ക് പച്ച നുണ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കണ്ടം വഴി ഓടിയ അരുൺകുമാർ നാണമുണ്ടോ? ഒരു ചർച്ച മറ്റുള്ളവരുടെ ഞാൻ പറയാം അരുൺകുമാറെ ഞാൻ ഇത്ര നേരം പറഞ്ഞില്ലല്ലോ. ഞാൻ സംസാരിക്കുമ്പോ ഇടയിൽ കയറുന്നത് എന്താ? ഉത്തരവില്ലാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ പറയാൻ വന്നിയത്. എന്തുകൊണ്ടാ അരുൺകുമാർ സംസാരിച്ചു? അല്ല ഞാൻ പറയാതെ ഇവിടെ വേണ്ട ഇപ്പോൾ അല്ല വേണ്ടാതെ അല്ല അരുൺകുമാർ ചോദിച്ചത് പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല? തുടക്കം തൊട്ട് ഞാൻ ചോദിക്കുന്നില്ലേ? പത്മകുമാറിനെ പുറത്താക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജനപത് വരെ എത്തിയത് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഈ ചെന്നിത്തലയ്ക്ക് പറ്റോ? സതീശന് പറ്റോ? ഇവർക്ക് ആർക്കും പറ്റില്ല. തിരിച്ചൊരു ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് പച്ച നുണ പറയുന്ന ആളാണ് അരുൺകുമാർ. ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരോടല്ലേ ഞങ്ങൾ ചോദിക്കേണ്ടത്? എങ്ങനെ ശബരിമലയിലെ ഒരു സഹപൂജാരി നമ്പർ 10 ജനപതിലെത്തി? ആ ചോദ്യം മാത്രമാണ് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത്. നമ്പർ 10 ജനപതിലെത്തി എങ്ങനെ എത്തി? എന്താണ് അടൂർ പ്രകാശ് പറഞ്ഞത്? എന്താണ് ആന്റോ ആന്റണി പറഞ്ഞത്? ഇത് രണ്ടുണ്ടല്ലോ. ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA MP അല്ലാതെ വഴിപോക്കലല്ല. പച്ച നുണ അല്ല, ഈ ചോദ്യം ചോദ്യത്തിന് പറ. നിങ്ങൾ വ്യക്തിപരമായിട്ട് വിടാം. വ്യക്തിപരമായിട്ട് ഞങ്ങളൊന്നും പറയാറില്ല. അല്ല അരുൺകുമാർ സഹപാനലിസ്റ്റിനെ ഒന്നും ഞങ്ങൾ വ്യക്തിപരമായിട്ട് പറയാറില്ല. ഇത് പറ. ഈ രണ്ട് ചോദ്യം പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഇതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ശ്രീ വി ഡി സതീശന് കഴിയില്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയില്ല. KPCC ലീഡർഷിപ്പിനും കഴിയില്ല. ഞാൻ പറയാം അല്ലല്ല, ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറയോ? ചർച്ച നീണ്ടോട്ടെ, കുഴപ്പമില്ല. ഈ രണ്ട് ചോദ്യം ഞാൻ പറഞ്ഞ ചോദിച്ചിട്ട് താങ്കൾ ഉത്തരം പറഞ്ഞ ഞാൻ ഉത്തരം പറഞ്ഞേ. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ കോടതിയിൽ പറയും. അതന്നെയാണ് പറയുന്നത്. എന്നെ ജനങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ കൃത്യമായി തന്നെ ഈ ചോദ്യം പൊതുസമൂഹത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര നുണയാണ് അടൂർ പ്രകാശിക്ക്? UDFന്റെ കൺവീനറല്ലേ മിസ്റ്റർ? UDFന്റെ കൺവീനറല്ലേ ഇത്ര പച്ച നുണ പറയുന്നത്? UDFന്റെ കൺവീനറല്ലേ പച്ച നുണ പറയുന്നത്? UDFന്റെ കൺവീനറാണ് ഇത്തരത്തിലുള്ള പച്ച നുണ പറയുന്നത്. ഈ രണ്ട് ചോദ്യം മുടങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾ ചോദിക്കും, എങ്ങനെ ശബരിമലയിലെ സഹപൂജാരി നമ്പർ 10 ജനപത് വരെ എത്തി? അതും 2 തവണ എത്തി. 10-12 വർഷത്തെ ഗ്യാപ്പിലെത്തി. ഇതാണ് ചോദ്യം. ഇത് വീണ്ടും വീണ്ടും ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ ആരൊക്കെ വെള്ളം പൂശിയാലും സംരക്ഷിച്ചാലും ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ല എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഇത് എന്താ കുഴപ്പം? ഞാൻ പറയാൻ അനുവദിക്കാത്തത് അരുൺകുമാറിന് പറയാൻ താങ്കളുടെ ഭാഷ വരുന്നുണ്ട്. അത് വായിക്കോട്ടെ, കുഴപ്പമില്ല. താങ്കളുടെ മര്യാദ അനുസരിച്ചുള്ള ഭാഷ വരും. അല്ല അരുൺകുമാർ താങ്കളുടെ മര്യാദ അനുസരിച്ചുള്ള ഭാഷ വരും. അതായിക്കോട്ടെ. ഞാൻ കുറെ തവണ അത് കേട്ടിട്ടുണ്ട്. ജനങ്ങൾക്കറിയാം. എന്ത് സംസാരം? അരുൺകുമാറല്ലേ എന്റെ ഊഴത്തിൽ വന്ന് വർത്താനം പറഞ്ഞു? അത് തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു. അല്ല, ആരെ കാണാൻ പോയി എന്നുള്ളതല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ നിന്നും ശബരിമലയിൽ എന്തൊക്കെ പോയി അടിച്ചു മാറ്റപ്പെട്ടു എന്നുള്ളതാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.